ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള പിറ്റേന്നത്തെ രാവിലത്തെ വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനും ഞാനിവിടെ വന്നാൽ മറന്നു പോകും കേട്ടോ. ഒന്നാമത്തെ കാര്യം അതാണ്. ട്രൈപാഡും ഒക്കെ കൊണ്ടുവരാത്തത് കൊണ്ട് അതൊന്നും കൊടുന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നാൽ വീഡിയോ എടുക്കാനുള്ള ഒരു നേക്കും കിട്ടൂല, മറന്നും പോവും, ചെറിയൊരു മടിയും കൂടെ വരും കേട്ടോ. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെ വീട്ടിൽ പോയാൽ നമുക്ക് എവിടുന്നൊക്കെയാണ് മടി വരിക, അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള എല്ലാ ഇതും അങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു സമയം നമ്മളെ പുരയിൽ വരുമ്പോഴല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ പണിയെടുക്കാണ്ട് നിൽക്കുകയൊന്നുമില്ല കേട്ടോ. ഉമ്മാനെ കൊണ്ട് ഒറ്റയ്ക്ക് പണിയെടുപ്പിച്ചിട്ട് ഞങ്ങൾ പണിയൊന്നും എടുക്കാണ്ട് അങ്ങനെ ഇരിക്കുകയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്ന് വെച്ചാൽ ഇത് ചെറിയ വീഡിയോ ആണ്. ഞാൻ എണീച്ച് വരുമ്പോൾ തന്നെ ഉമ്മ ചായം കടിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളും മദ്രസും ഇല്ല, അവധിയാണ്. അതേപോലെ തന്നെ സ്വന്തം പുരയിലും ആണ്. നല്ലോണം അങ്ങോട്ട് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയും ആണ്. അപ്പോൾ എണീച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ഉമ്മ പുട്ടും അതുപോലെ കടലക്കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ ഒന്ന് ടൗണിലേക്കൊന്ന് മീനങ്ങാടി ടൗണിലേക്കൊന്ന് പോയിട്ട് വരാം, കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി നിൽക്കുമ്പോഴാണ് കേട്ടോ ഞാനൊക്കെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എണീച്ച് വന്ന് മക്കൾക്കൊക്കെ ചായ കൊടുത്തു. ഞങ്ങളും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് ബത്തേരി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ആജുവിൻ്റെ കുട്ടി ആശുപത്രിയിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഓൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. പക്ഷേ രാവിലെയും അതുപോലെ രാത്രിയും പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉപ്പച്ചിയും ആജുവും കൂടെ ഞങ്ങൾ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നാസിമോനും കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഉപ്പച്ചി ഇവിടുന്ന് പത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പെട്ടിക്കടയാണ് കേട്ടോ. പണ്ട് ഉണ്ടാവില്ലേ അങ്ങനത്തെ ചെറിയ പെട്ടിക്കട, അതേപോലത്തെ ഒരു കടയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ചായക്കടിയും അതുപോലെ എണ്ണക്കടിയും ചായയൊക്കെ ഉണ്ടാവലുണ്ട്. ഉപ്പച്ചി ഇവിടെ തന്നെയാണ് കേട്ടോ. രാവിലെയും അതുപോലെ വൈകുന്നേരമൊക്കെ ഒരു ചെറിയൊരു സിമ്പിൾ ചായയൊക്കെ കുടിക്കൂല, അത് ആ ഒരു കടയിൽ നിന്നാണ് കേട്ടോ. ഇന്നെന്തോ ആ ചേട്ടന് തുറന്നിട്ടില്ല. അപ്പോൾ ഉപ്പച്ചി അവിടെ തുറന്നിട്ട് വണ്ടി നിർത്തി ഉപ്പച്ചി പത്രം വായിക്കല ഒരു പണ്ട് മുതലേ ഉള്ള ശീലമാണ് കേട്ടോ. അതിപ്പോഴും ഇനിയിപ്പോൾ ഫോൺ ഉണ്ടെങ്കിലും ടി വി ഉണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പത്രം വായിക്കൽ ഉപ്പച്ചിക്ക് അത് ഒരു പതിവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങി പത്രമൊക്കെ വാങ്ങി എന്നിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. ബത്തേരി MES ഹോസ്പിറ്റലിലാണ് കേട്ടോ മോളെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കരച്ചിലാണ് കേട്ടോ. സൗണ്ട് കട്ടാക്കിയതുകൊണ്ടാണ് അത് കേൾക്കാത്ത. നല്ല കരച്ചിൽ എന്ന് പറഞ്ഞാൽ സൂചി ആ ഒരു കയ്യുമ്മൽ ആ ഒരു സംഭവമൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. എന്നാലും അതിൽ കൂടെ ആ ഒരു മരുന്ന് കയറുമ്പോൾ നല്ല കടച്ചിലും വേദനയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഞമ്മക്കൊക്കെ ആകുമ്പോൾ എന്തായാലും പറയാനറിയുമല്ലോ, കുട്ടിക്ക് എന്തായാലും പറയാനറിയില്ല. ഓക്ക് 7 മാസം മാത്രമാണ് കേട്ടോ ആയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വേറെ എവിടെയും പോകാനും ഇതാവാനും ഒന്നും നിന്നിട്ടില്ല. പിന്നെ നേരെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഉപ്പച്ചി ഞങ്ങളിവിടെ ഇറക്കി തന്നിട്ട് ഉപ്പച്ചി ടൗണിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാ വേഗം വന്നു. ഞാൻ എനിക്കുള്ള പണി അടിച്ചുവാരി തുടക്കലും വൃത്തിയാക്കലൊക്കെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ തീർത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് ഞാൻ മറന്നു കേട്ടോ. വീഡിയോ ആദ്യമൊക്കെ എടുത്തിട്ടുണ്ടാവും, പിന്നെ മറന്നു പോവും, പിന്നെയാണ് ബാക്കി വീഡിയോ എടുത്തില്ലല്ലോ എന്നൊക്കെ ഓർമ്മ ആവുക. ഈ ഒരു വീഡിയോ ശരിക്കും ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഞാനത് ഇടണോ ഇടണ്ടേ എന്നൊക്കെ വിചാരിച്ച് വെച്ചതാണ്. എന്നാലും വേണ്ടിയില്ല, വീഡിയോ അങ്ങോട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് കേട്ടോ ഇന്ന്. അതേപോലെ തന്നെ ഒരു ദിവസം നമ്മളെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും ഇന്നെന്താ വീഡിയോ കണ്ടില്ലല്ലോ എന്നുള്ള കമൻറ്റ് വരുന്ന ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. കാരണം അത് മതി നമുക്ക്. ഇനി വേറെ എന്തില്ല എന്നുണ്ടെങ്കിലും ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ ഒരാൾ എന്നല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ വിവരങ്ങൾ അന്വേഷിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കത് അത് തന്നെയാണ് കേട്ടോ. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. കാരണം നമ്മൾ ഇന്ന് വരെ എന്നെ കാണാത്ത ഈ ഒരു വീഡിയോസിലൂടെ മാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയം വീഡിയോസിലൂടെ അല്ലെ കമൻറ്റിലൂടെ മാത്രമാണ് നമ്മൾ തമ്മിലുള്ളത്. എന്നിട്ട് പോലും നമ്മളെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ ഇതാട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിലപ്പോൾ വീഡിയോയിൽ ഇന്നെ കാണിക്കുന്നുണ്ടാവുക പൊരയത്തെ കോലം. ഷോർട്ട് വീഡിയോയിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അങ്ങനെ എടുക്കലുണ്ട്. നല്ലത് പാജുവിൻ്റെ പണിയാണ് കേട്ടോ. ഒറിജിനൽ കോലം ഒന്ന് കാണിച്ചു കൊടുത്താളാ പറഞ്ഞിട്ട്. മറ്റേതാകുമ്പോൾ നമ്മൾ നല്ല മാറ്റി ഒരുങ്ങി എവിടേക്കെങ്കിലും പോകുകയാണെന്ന് വെച്ചാൽ മാറ്റി ഒരുങ്ങി നല്ല ഇതിലാണല്ലോ പോകുക. അപ്പോൾ അങ്ങനെയാണ് ഷോർട്ടിൽ ഞാൻ വീഡിയോസ് എടുക്കാറ്. ലോങ് വീഡിയോയിൽ ഇങ്ങനെ എടുക്കലില്ല. അപ്പോൾ ഓളെ പണിയാണ് കേട്ടോ. ഒന്ന് കാണിച്ചേക്ക്, ഒന്ന്
ഒറിജിനൽ കോലൊന്ന് കണ്ടോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആജു ഇവിടെ റിഫുമോളെ തല നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പുറത്ത് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഉമ്മ വൈകുന്നേരത്തേക്കും രാത്രിക്കേക്കൊക്കെ ഉള്ള പരിപാടിയിലാണ്. ഒപ്പരം ചോറും കറിയൊക്കെ അങ്ങോട്ട് ആക്കാൻ പറഞ്ഞിട്ടോ. ഉമ്മ ഇനി ഉച്ചക്ക് വേറെ വെച്ച് വൈകുന്നേരം വേറെ വെച്ച് അങ്ങനെ മരുമക്കളും ഇക്കമാരും ഒന്നും ഇല്ലല്ലോ. ഓളെ മാപ്പിളയും ഇല്ല എൻ്റെ മാപ്പിളയും ഇല്ല, ഞങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഒപ്പരം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം ചോറും അതുപോലെ നല്ല നല്ല നാടൻ വിഭവങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഉമ്മ നല്ലൊരു സാമ്പാറും അതുപോലെ ഉപ്പേരി പപ്പടവും പിന്നെ വേറെ എന്തോ പിന്നെ തലേ ദിവസത്തെ മന്തിയും അതിൻ്റെ ഒരു മസാലയും ഒക്കെ ഉണ്ടായിനി കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ ഇനിയിപ്പോൾ വേറെ ഒന്നും ഇനി ഇപ്പോഴത്തേക്ക് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മാക്ക് ഉണ്ടാക്കും വേണം. ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ വന്നാൽ പിന്നെ ഏത് നേരവും അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാനേ ഉമ്മാക്ക് നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഒന്ന് വർത്താനം പറഞ്ഞ് ഇരിക്കാനുള്ള നേരം ഉണ്ടാവില്ല. 1-2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പോവാനാവും. എനിക്കും പോകണം ഓക്കും പോകണം പിന്നെ ഇവർ മാത്രമാവുമല്ലോ. അപ്പോൾ വരുമ്പോൾ വെച്ചുണ്ടാക്കുക കഴുകുക മോറുക തിന്നുക തന്നെയാണ് കേട്ടോ പണി ഉണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ട് കുറയ്ക്കാൻ വിചാരിച്ചു. നമുക്ക് അങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വന്നാൽ ഉമ്മാനെ കൊണ്ട് ഒറ്റയ്ക്ക് പണിയെടുപ്പിക്കുക അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യൂല കേട്ടോ. ഞങ്ങൾ 3 ആളും കൂടെ അങ്ങോട്ട് പണിയെടുക്കും. ചിലപ്പോൾ വെച്ചുണ്ടാക്കലും അടുപ്പിൻ്റെ അടുത്ത പണിയൊക്കെ ഉമ്മ ചെയ്യും. ബാക്കി അടിക്കലും തുടക്കലും അതുപോലെ പാത്രം കഴുകലും കാര്യങ്ങളും അങ്ങനത്തെ പണികളൊക്കെ ഞങ്ങൾ 2 ആളും കൂടെ ഒക്കെ ചെയ്ത് അങ്ങനെ ഇപ്പം നിച്ചുമോളും ഒരുവിധമൊക്കെ സഹായിച്ചു കൊടുക്കാനായതുകൊണ്ട് ഓളും ചെയ്തൊക്കെ തരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ പണികളൊക്കെ തീർത്തിട്ടാണ് ഇരിക്കുക. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ ഉമ്മ മുത്താറി ബെല്ലം ഇട്ടിട്ട് കാച്ചിയതാണ് കേട്ടോ. അത് പിനിക്കും കൊണ്ടു തന്നതാണ്, ഞങ്ങൾക്കും കൂടെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിറ്റേന്നാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതാ ഞാൻ പറഞ്ഞത് വൈകുന്നേരം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ എനിക്ക് രാവിലെയാണ് കേട്ടോ ബോധം വന്നത്, ഇന്നലെ എടുത്ത് വെച്ചിട്ട് ബാക്കി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്ന്. പിന്നെ അതാ ഞങ്ങൾ പോവാൻ ഞാൻ ബാവലിക്കും അതുപോലെ ആജു ബത്തേരിക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ബത്തേരി കൂടെ തന്നെയാണ് കേട്ടോ പോണത്. ഉപ്പച്ചിൻ്റെ കൂടെ മോളെ അവിടെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് പിന്നെ ആ വൈക്ക് ബാവലിയിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.